നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി. ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. മലപ്പുറം മറിച്ചെഴുതില്ലെന്ന വിശ്വാസത്തിലാണ് UDF. 2004 ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ LDF. മലപ്പുറത്തെ വോട്ട് വിശേഷങ്ങളിലേക്ക്. അറബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ, TK ബിൽഡിംഗ്, പെരിന്തൽമണ്ണ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 194 സ്ഥാനാർത്ഥികളുടെ വിധി ജനം കുറിച്ചു. രാവിലെ 7 മണി മുതൽ ആരംഭിച്ച പോളിംഗ് മിക്കയിടങ്ങളിലും 6 മണിക്കു ശേഷവും അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. 6 മണിക്കു ശേഷവും സമ്മതിദാനാവകാശം ഉറപ്പിക്കാൻ ജനങ്ങൾ എത്തിയ കാഴ്ചയായിരുന്നു മിക്ക ബൂത്തുകളിലും ഉണ്ടായിരുന്നത്. മലപ്പുറത്ത് പ്രമുഖരായവരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പാണക്കാട്ടെ തങ്ങൾ കുടുംബവും കുഞ്ഞാലിക്കുട്ടിയും ഒരുമിച്ചെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വളരെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ പോളിംഗിനെ ഐക്യ ജനാധിപത്യ മുന്നണി കാണുന്നത്. ലോക്സഭയിലേക്ക് 20 സീറ്റുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ്. രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാണ്. അനുദിനമുള്ള സംഭവവികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതേക്കുറിച്ച് ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി കേന്ദ്രത്തിൽ മറ്റും നടന്നു വരുന്നത് പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കടുത്ത വിഭാഗീയതയും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അതിൻ്റെ പിറകിലാണ്. അപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യ മുന്നണിയെ പോലെയുള്ള കക്ഷികൾ അധികാരത്തിൽ വരാതിരുന്നാലുള്ള അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം. അതാണ് ഇന്നത്തെ ആവശ്യം. അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിനുള്ള സാധ്യത തെളിഞ്ഞു. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ 42-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മലപ്പുറം ലോക്സഭ ഇടതുപക്ഷ സ്ഥാനാർത്ഥി B വസീഫ തിരുവമ്പാടി കൊടിയത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൾ സലാം തിരുവനന്തപുരത്താണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മേലാറ്റൂർ പഞ്ചായത്തിലെ 12-ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഏറെ നേരം നീണ്ടുനിന്ന തർക്കത്തിനൊടുവിൽ ടെൻഡർ വോട്ട് ചെയ്താണ് പ്രശ്നം പരിഹരിച്ചത്. വോട്ടിംഗ് പ്രോസസിംഗ് പലപ്പോഴും മന്ദഗതിയിലായെന്ന പരാതിയും പല ബൂത്തുകളിൽ നിന്നും ഉയർന്നിരുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.